പാണക്കാടേക്ക് പോവുകയാണ്. അവിടെയാണ് കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞിപ്പോൾ റോഡിലേക്ക് വീണിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, അവിടെ വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ തകർന്ന് വീഴുകയും അത് ഒരു ഓട്ടോയുടെ മുകളിലേക്ക് വീണു. ഓട്ടോ ഉൾപ്പെടെ തകർന്ന അവസ്ഥയൊക്കെയുണ്ട്. എന്താണ് ഇപ്പോൾ അപ്ഡേറ്റ്സ് എന്ന് നോക്കാം. ജംഷീറുണ്ട്. ജംഷീർ, ഈ വൈദ്യുതി പോസ്റ്റ് വീണാണോ ഓട്ടോയ്ക്ക് നാശനഷ്ടമുണ്ടായാൽ ഓട്ടോ തകർന്നത്? അതെ അതെ, നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് പോയതായിരുന്നു. അതായത് ഈ മണ്ണിടിഞ്ഞ സമയത്താണ് ഇത്തരത്തിൽ വൈദ്യുതി പോസ്റ്റ് വീണത്. ആളുണ്ടായിരുന്നു? നിർത്തിയിട്ട് പോയതല്ലേ? മുന്നിലേക്ക് ഒടിഞ്ഞു വീണാണ്. അതെ, പോസ്റ്റ് ഒടിഞ്ഞു. മണ്ണ് അവിടെ ഇടിഞ്ഞപ്പോ ഈ പോസ്റ്റ് കുറെ പോയിട്ടുണ്ട്. പോസ്റ്റ് അതിന്റെ കൂടെ വീണത് വണ്ടിന്റെ മേലക്ക്. തീർച്ചയായിട്ടും, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ മണ്ണ് ഇടിഞ്ഞ് വീണ സമയത്ത് വലിയ തരത്തിൽ പോസ്റ്റിന് മുകളിലേക്കൊക്കെ മണ്ണ് ഇടിഞ്ഞ് വീണിരുന്നു. ആ ഇരുമ്പിന്റെ ഇലക്ട്രിക് പോസ്റ്റാണ് ഇത് ഒടിഞ്ഞ് ഈ ഓട്ടോയ്ക്ക് മുകളിലേക്ക് വീണത്. ആ സമയത്ത് ഓട്ടോയിൽ ആളുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ്. നേരത്തെ ആ മണ്ണ് ഇടിഞ്ഞ സമയത്ത് മണ്ണ് ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് റോഡിലേക്ക് വരികയും പിന്നീട് പുഴയിലേക്ക് പതിക്കുകയും ചെയ്തു. ആ സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്ന നിരവധി വരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട്. ആ തകർന്നു വീണതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അതായത് ഇരുമ്പിന്റെ പോസ്റ്റാണ് അത് തകർന്ന് താഴേക്ക് വീണിരിക്കുന്നത്. ഏതായാലും ആളപായമില്ല. അതായത് ആ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആൾ ഓട്ടോ നിർത്തിയിട്ട് പോന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു അപകടമില്ല. ഓട്ടോ പൂർണ്ണമായും മുൻഭാഗം തകർന്നിട്ടുണ്ട്. ഏതായാലും വലിയ അപകടം തന്നെയാണ് സംഭവിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആ ഓട്ടോയ്ക്ക് മുകളിലേക്കാണ് ഇത് പതിച്ചിട്ടുള്ളത്. വലിയ തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഏതായാലും ആളപായം നിലവിൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ സംഭവിച്ചത് വലിയ ഒരു അപകടം തന്നെയാണ്. ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തേക്ക് വരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ സംസാരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പാതയിലേക്ക് പൂർണ്ണമായും മണ്ണ് ഇടിഞ്ഞു വീണ് തകർന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ സംസാരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം. ഈ മഴക്കാലത്ത് എന്തായാലും ഇതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. ജിയോളജിന്ന് അവർ പെർമിഷൻ എടുത്ത് കാണണമെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ജിയോളജിന്നാണല്ലോ കല്ലെടുക്കാൻ പെർമിഷൻ എടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. അത് കൂടുതലൊന്നും അറിയില്ല. അത് രാവിലെ തന്നെ മിനിസ്റ്റർ അതിനുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഇഷ്യൂ ഇവിടെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, കളക്ടർ വരുന്നുണ്ട്, ഓൺ ദ വേ ആണ്, തഹസിൽദാർ വരുന്നുണ്ട്, വേണ്ട നിർദ്ദേശം സ്ട്രിക്റ്റ് ആയിട്ട് നടപടി എടുക്കാൻ, ഒന്നും നോക്കാതെ നടപടി എടുക്കാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി. ഇതെല്ലാം വലിയ പ്രയാസമല്ല. ഇപ്പൊ ആളപായം ഇല്ല എന്നുള്ളത് ദൈവാധീനം കൊണ്ട്. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം? അത് എന്തായാലും അതിന് ഒരിക്കലും അത്തരക്കാരോട് നഗരസഭയിൽ നിൽക്കില്ല. നമ്മൾ ആരും അതിൽ അവർ കൂടല്ല. അത് ആസ് പെർ നോംസ് കൊടുത്തതായിരിക്കും. അത് നമ്മളല്ലല്ലോ, ജനപ്രതിനിധികളല്ലല്ലോ ഇത് ചെയ്യുന്നത്, ഉദ്യോഗസ്ഥരാണല്ലോ ഇതിന്റെ. ഇത് തീർച്ചയായിട്ടും എന്ത് തരത്തിലായാലും ഇത് ഉദ്യോഗസ്ഥരാണ് അനുമതി കൊടുക്കുന്നത്, ജനപ്രതിനിധികൾ അറിയില്ല. ഇത് എന്ത് തരത്തിലും എന്തെങ്കിലും ഒരു ഇതിനകത്ത് ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ കർശനമായ നടപടി എടുക്കാൻ വേണ്ടി നഗരസഭ കൗൺസിൽ അതിനൊപ്പം തന്നെയാണ്, ജനങ്ങളോടൊപ്പം തന്നെയാണ്, സംശയമില്ല. എന്ത് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ബിൽഡിംഗ് ആണ്. നമ്മൾ ബിൽഡിംഗ് പെർമിഷനാണ് കൊടുത്തിട്ടുള്ളത്. 3000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ളതാണെങ്കിൽ നഗരസഭയ്ക്ക് മണ്ണെടുക്കാനുള്ള പെർമിഷൻ കൊടുക്കാം. അതിന്റെ പുറത്ത് ജിയോളജി എന്നാണ് അവർ കല്ലെടുക്കാനുള്ള പെർമിഷൻ എടുക്കേണ്ടത്. ഇവിടെ ഈ അടുത്തൊന്നും പെർമിഷൻ കൊടുത്തതായിട്ട് ഞാൻ സെക്രട്ടറിക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അടുത്തൊന്നും ഇങ്ങനെ പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത്.